ഹോം ടൂർ കാണാം. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടല്ല, വാടക വീടാണ്. എന്നാലും നമ്മളെ വീടെന്ന് പറഞ്ഞ് നമ്മൾ താമസിക്കുമ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞ് സന്തോഷിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ വീട് കാണാം. ഇതാണ് ഫ്രണ്ട് വശം. ഇവിടെ റോഡാണ്. ഇതാ 2 ഗേറ്റുണ്ട്, ചെറിയ ഗേറ്റ്, വലിയ ഗേറ്റ്. ഇതൊക്കെ പെരയിടങ്ങളാണ്, അങ്ങോട്ടൊക്കെ കടകളാണ്. അപ്പം ഇതാണ് ഫ്രണ്ട് വശം. അപ്പം നമുക്ക് വീട്ടിനകത്തോട്ട് പോകാം. ഇതാ ഹോളാണ്. ആ ചൂട്, ഭയങ്കരമായ വെയിൽ. ഇതാണ് ഹോള്. വാടക ഇന്നും ഒട്ടും കുറവില്ല കേട്ടാ. ഒരു ഡോഗും ഒരു ക്യാറ്റിനെ കാരണമൊന്നും ഇവിടെ വന്ന് കിടക്കണം. വാടക പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചത്. ഒരു വീടൊന്നും കിട്ടാനില്ല. പിന്നെ ഇതാണ് ഹോള്. ഒരു ചെറിയൊരു ഹോളാണ്. സിമൻ്റാണ്. തറ സിമൻ്റാണ്, ടൈലൊന്നും അല്ല. ഇടിച്ച് വാർത്ത് വീടാണ്. ഈ പഴയ വീട്, പണ്ടത്തെ വീട്, അതിന് ഇടിച്ച് വാർത്തിട്ടതാണ്. ഇതാണ് നമ്മുടെ ടേബിള്, ഡൈനിങ് ടേബിള്. ഇവിടെ വെച്ചായിരുന്നു മോള് പഠിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കസേര എന്ന് പറയാനൊന്നും ഇല്ല. ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ട് വേണം ഇവിടെ വന്നിട്ട് അല്ലല്ല, മോൻ അവിടെ വെച്ച് വാങ്ങിച്ചു. അവന്റെ സാധനങ്ങൾ മാത്രമേ അവൻ മേടിച്ചതേ എടുത്തോളൂ, അല്ലാതെ ഒന്നും എടുത്തിട്ടില്ല. ഈ 2 കസേര, പിന്നെ കിച്ചണിനകത്തൊരു കസേര കിടക്കും. ഡിവോഴ്സിനായിട്ട് ഒപ്പിടാൻ പോയപ്പോൾ എടുത്തോണ്ട് വന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ട്രോഫികൾ, അവർക്ക് 10ാം ക്ലാസ്സിൽ പിള്ളേരുടെ കിട്ടിയത്. പിന്നെ ഇതൊക്കെ ഇതാണ് കോളേജിലുള്ള ഫ്രണ്ട്സുകളും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തത്. ഇതാണ് നമ്മളെ ഹോള്. അങ്ങനല്ല. അപ്പം ഇവിടെ നിന്ന് കയറുന്നത് അടുത്ത ഒരു റൂം. നല്ലതുപോലെ റൂമൊന്ന് കാണിച്ചു. എന്താ തോന്നുന്നു? ഇതൊക്കെ എവിടാ? വിഷൻ റോഡ്. മോള ഇത് ആക്രികളാണ്. ഇത് പിന്നെ നമ്മളാണ് വീഡിയോ പിടിക്കുന്നത്. ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് മോള് വാങ്ങിച്ചത്. അവൾക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ. 2K ഒക്കെ കഴിഞ്ഞു പോയി. പക്ഷേ നമ്മൾ 2 പേരെയും കൂടെ ഇതായതുകൊണ്ട്, പിന്നെ എൻ്റെ വീഡിയോയൊക്കെ എഡിറ്റ് ചെയ്യുന്ന അവളായതുകൊണ്ട് 2 കൂടെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് അവൾ ഒത്തിരി ഒന്ന് ബാക്കിലോട്ടായി നിൽക്കുകയാണ്. ഇത് നമ്മളെ ഷെൽഫ്. ഇതൊക്കെ എവിടെ സാധനങ്ങളാണ്. ഇതൊക്കെ തീർന്ന് കിടക്കണല്ലേ. ഇനിയിപ്പോൾ എല്ലാം വാങ്ങിക്കണം. പിന്നെ ഇതൊക്കെ എൻ്റെ പഴംതുണികളാണ് ഗൈസ്. അവിടെ നിന്ന് വരുമ്പോഴൊന്നും തുണികളൊന്നും ഇല്ല. 5-6 പഴംതുണിയായിട്ടൊക്കെയാണ് ഇറങ്ങിയത് കേട്ടാ. പിന്നെ ഇതിപ്പോൾ കുറച്ച് വാങ്ങിച്ചതാണ്. ഇതെന്തോന്നൊന്നുമില്ല, തുണികൾ മാത്രമേ നമ്മൾ എടുത്തോളായിരുന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം നമുക്കിത് അടച്ചിടാം. അപ്പം ഹാളിൽ നിന്ന് കയറുന്ന ഒരു റൂം. ഇനി 3 റൂമുണ്ടല്ലേ? 1, 2, 3, 4 റൂമുണ്ട്. ഇത് ഇടനാഴിയാണ്. പണ്ടത്തെ വീട്ടിൻ്റെ മോഡലാണ് ഇടനാഴി. ഹാളിൽ നിന്ന് നേരെ കയറുന്ന ഇടനാഴി. അവിടെ റൂം നമ്മൾ കണ്ട്. ഇനി അടുത്ത റൂമാണ് കാണിക്കാൻ പോണത്. കണ്ട, ഇത് ഇവിടെ ഇരുട്ടാണ്. അയ്യോ വേണ്ട, ലൈറ്റ് ഇട്ടാലും മിന്നും. ഇക്കാടെ റൂമാണ്. കർട്ടനൊന്നും ഇല്ല കേട്ടാ. വിരിപ്പൊക്കെ എടുത്താണെങ്കിൽ മൂടാനുള്ള വിരിപ്പൊക്കെ എടുത്ത്, ജനല് ഭയങ്കരമായ വെയിൽ, അതങ്ങനെയൊക്കെ കാണിച്ചു വെച്ച്. പിന്നെ ഇത് മോൻ്റെ റൂമാണ് കേട്ടാ. മോൻ്റെ റൂമാണ്. ബെഡ് ഇതിലാണ്, നമ്മൾ തറയിലാണ് കിടക്കണത്. വന്നിട്ട് ഇത് നൂത്തിട്ട് അവിടെ കിടക്കും. ഇത് നൂത്തിട്ട് ഇവിടെ കിടക്കും. കട്ടിലില്ല. ഇതൊക്കെ അവൻ്റെ ടേബിൾ, മോൻ്റെ ടേബിളാണ്. ചെയർ. അവന് ജോലി ഇവിടെ ഇരുന്നാണ് വീട്ടിൽ വരുമ്പം ജോലി ചെയ്യുന്നത്. അപ്പം അവൻ കോയമ്പത്തൂരാണ്. അപ്പം ഇത് വീട് കണ്ടല്ലോ, അത് ടോയ്ലറ്റാണ്. ഇതവൻ്റെ സാധനങ്ങൾ. സൊമാറ്റോ, ഇടയ്ക്ക് സൊമാറ്റോ പോയതാണ്. വെട്ടിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വേലകളൊക്കെ കാണിച്ച്. ടോയ്ലറ്റാണ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെ കയറാറേ തേച്ച് കഴുകി വൃത്തിയാക്കി കാണിച്ചിട്ട്. ഇതാണ് മോൻ്റെ റൂം. ഇതൊക്കെ മൂത്ത് കേട്ടോ. അതൊക്കെ പോയി. ഇനി അടുത്തത് ഇടനാഴി. വീണ്ടും ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇടനാഴിയിൽ നിന്ന് വീണ്ടും കയറുന്നത് അടുത്ത റൂം. റൂമുകളെല്ലാം കാര്യമായി കിടക്കുകയും. പക്ഷെ 3 പേരേ ഉള്ളു, മോനും മോളും ഞാനും. ഇത് അവിടെയൊക്കെ വാരിക്ക ബാഗ്, ഇതവിടെ ബാഗ്, സ്കൂൾ കോളേജ് ബാഗ്, സ്കൂളന്നേ വരും. പിന്നെ ബാക്കിയൊക്കെ അവിടെ നിന്ന് തുണികൾ വാരി കെട്ടിയതാണ്. ഇത് എവിടെ വാങ്ങി ഇവിടെ തുണികളൊക്കെ കുറേയൊക്കെ വാരി ലിയോക്ക് കിടക്കാൻ കൊടുത്തല്ലേ.
ലിയോയ്ക്ക് തുണി വേണം. അന്നേ ഈ കുഞ്ഞുനാളിലെ തുണിയിലാണ് കിടത്തിയത് ഡോഗ്. അപ്പം അങ്ങനെയായിട്ട് കൊടുത്തു. പിന്നെ നല്ല കുറച്ച് തുണികൾ മാറ്റിയിട്ട് ബാക്കിയൊക്കെ നമ്മളെ ലിയോ കുട്ടന് കൊടുത്തു. ഇതാണ് അവളെ അലമാര. കയറുന്നത് ഒരു ചെറിയ അത് നമ്മൾ കൈയൊക്കെ കഴുകാൻ പിന്നെ അവിടെ തന്നെ വേണ്ട ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതങ്ങ് അടച്ചിട്ടേക്കാണ്. ഇനി കിച്ചൺ വരുമ്പോൾ കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതൊരു ചെറിയ കിച്ചണാണ്. കിച്ചണിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് ഇതൊക്കെ കണ്ട് കാണുമായിരിക്കും. വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. ഇന്നലെ കുറെ മുളക് കിട്ടുന്നതാണ്. പോയി വെയിൽ, ഭയങ്കര വെയിൽ. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാകണ്ട. ഇനി ചോറൊക്കെ വെക്കണം എനിക്ക്. ഇന്നലത്തെ കാലത്ത് പറക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരേ ഉള്ളൂ. പാത്രങ്ങളൊക്കെ കുറവാണ്. പാത്രങ്ങൾ നമുക്ക് 3 പേർക്ക് ധാരാളം. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വാങ്ങിച്ചിരുന്നത് 2-3 പ്ലേറ്റ്, അല്ലാതെ പാത്രങ്ങളൊന്നുമില്ല. പിന്നെ മിക്സിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വാങ്ങിച്ചത്. അപ്പം ഇവിടെ ഒരു ചെറിയ സ്റ്റോർ. അത് അവരതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യൂല. ഇത് അവരുടെ പണി സാധനങ്ങളൊക്കെ വെക്കണം. അത് ഈ ഓണർ ഇവിടെ പണി ചെയ്ത് സാധനങ്ങൾ വാരിയിട്ടേക്കുന്നതാണ്. അതും കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങണതാണ്. ഇവിടെ കാണിക്കും. നമ്മളെ ഫ്രിഡ്ജ് തോനെ ദിവസമായി തുടച്ച് ഇങ്ങനെയൊക്കെ കിടക്കണം. താണ്ട ഗൈസ്, മാങ്ങ ഉപ്പിലിട്ടതാണ്. പൊന്നോടെ ഉപ്പിലിട്ട മാങ്ങ, പുളിഞ്ചിക്ക എല്ലാം ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ള ഫ്രിഡ്ജ്. എൻ്റെ ഷെൽഫ്, ബുക്സ് ഒക്കെ പിന്നെ ഇത് ഇനി ഇവിടെ കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട്. ഇതാ ഞാട്ട് ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ റൂം. ഞാനും മോളും കിടക്കണം. ഇവിടെ ഉമ്മ കിടക്കും, ഇവിടെ ഞാൻ. ഇവിടെ മോള്. അതാണ് എൻ്റെ ബെഡ്. ഇത് ഇങ്ങനെ അവള് ഹോസ്റ്റലിലായിരുന്നപ്പോൾ മേടിച്ചതാണ്. അത് ഞാണിങ്ങി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് വന്നായിരുന്നു. മോന് ജോലി സ്ഥലത്തായിരുന്നു. അപ്പം ഇതിനെ നൂത്തിട്ടാണ് അവൾ അവിടെ തറയിൽ കിടക്കും. പിന്നെ ഈ കട്ടിലെന്ന് പറഞ്ഞാൽ, പിന്നെ എൻ്റെ ഉമ്മ അവിടെ ഉള്ള സമയത്ത് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് സഹോദരൻ കൊണ്ടുവന്ന് ഉമ്മാക്ക് വേണ്ടി കൊണ്ട് വന്നിട്ടതാണ് കിടക്കുക. അപ്പോഴാ ഇടയ്ക്കാണ് എൻ്റെ കൈ ഒടിഞ്ഞത്. പിന്നെ ഞാൻ നമ്മളങ്ങോട്ട് കൊടുത്തില്ല, ഇനി കൊടുക്കണം. അങ്ങനെ ഞാൻ ഇതിലാണ് കിടക്കണം. ഇനി കട്ടിൽ കൊടുക്കണം. ബെഡ് നമ്മൾക്കുള്ളതാണ്. അപ്പം ബെഡിട്ട് തറയിൽ കിടക്കും. ആദ്യം വാടകയ്ക്ക് കിടന്നിടത്ത് ബെഡിട്ട് തറയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഉമ്മ വന്നതുകൊണ്ട് ആ കട്ടിൽ കൊണ്ടുവന്നു. അപ്പം അതിലാണ് കിടക്കുന്നത്. ഇനി അത് കൊണ്ട് കൊടുക്കണം. ഇവിടെയും ടോയ്ലറ്റ്. ഇത് ടോയ്ലറ്റാണ്. അത് ടോയ്ലറ്റ്. പിന്നെ കാണാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്. അത് ലിയോയുടെ വീട്. അത് ലിയോയുടെ ഷെഡാണ്. ലിയോയുടെ ഷെഡെന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ സുഖ സൗകര്യത്തിലാണ് കിടക്കുന്നത്. ഇത് ഫുള്ള് അവൻ്റെയാണ്. ഫുള്ള് അവൻ അതിനകത്താണ്. ഇതാണ് പെരയിടം. ഒരുപാട് പെരയിടമുണ്ട്. 40 സെൻറ്റിനകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇപ്പോൾ അവർ ഓണർ വാഴ വെച്ചിരിക്കുകയാണ്. കാടെല്ലാം JCB കൊണ്ട് ഇടിച്ച് ഓണർ വാഴ വെച്ചിട്ടുണ്ട്. ശരിക്കിട്ടില്ല, കാട് നോന്ന് മൊത്തം വാഴ വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വന്ന സമയത്ത് ഭയങ്കര കാടായിരുന്നു ഗൈസ്. കാടെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ചെവര് വരെ കാടായിരുന്നു. ഇവിടെ ആരാ വാടകയ്ക്ക് കിടന്നെന്നും പറയുന്നു. എന്നിട്ട് ഭയങ്കര കാട്. നമുക്ക് പേടിയായിരുന്നു, പാമ്പ് കയറുമോ അങ്ങനെയൊക്കെ. ഇപ്പം പിന്നെ പേടിക്കാനൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയി കിട്ടി. പിന്നെ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയൊക്കെ വന്നിട്ട് കൂടെ കൈ വയ്യാതാവുമ്പേ വൃത്തിയാക്കുമായിരുന്നു. ഈ കൊണ്ടാ പോയി നിൽക്കണം. അത് കണ്ടാ മര്യാദ എടുപ്പിക്കാൻ ആളുകൾ റോഡിൽ പോണവരെ മര്യാദ അനുസരണമില്ലാത്ത ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ്. കാർ ഷെഡൊന്നും ഇല്ല, ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് പോകുമ്പം വീണ്ടും വാരി കെട്ടണം. അതുകൊണ്ടാണ് പിന്നെ നമ്മളൊന്നും വാങ്ങിക്കാത്തത്. പോണിടത്ത് ഇങ്ങനെ വാരിക്കെട്ടി പോകണ്ടേ. വീടാവണത് വരെ വാരിക്കെട്ടണം. മമ്മി പോയാ? ഓക്കെ, ഞാൻ പറയാം. മമ്മി പോയി. ഇത് പയറാണ് കേസ്, പയർ. ഞാൻ പറഞ്ഞത് പന്തൽ പോലെ കെട്ടാന്ന്, പക്ഷെ കേട്ടില്ല. പന്തൽ പോലെ കെട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
ഇഷ്ടംപോലെ അത് പയറുണ്ടായിരുന്നു. കുരുട്ടിച്ചു പോയി കുറേ നാളിങ്ങനെ ഉമ്മാക്ക് അങ്ങനെ ഭയങ്കര ആധികാരികമായിട്ട് കൃഷി ചെയ്യുന്നതിനൊന്നും താല്പര്യമില്ല. പക്ഷേ എൻ്റെ നോക്ക്, ഞാൻ കുറച്ച് ചീര നട്ടത് കണ്ടോ, എന്ത് മനോഹരമായ കൃഷി നോക്ക്. ഉമ്മ നട്ടത് ഞാൻ കാണിച്ചു തരാം. ഉമ്മ നട്ടതാണ് ദാ ഇത്. ഈ സാധനവും അതും ഞാൻ ഒരുമിച്ച് നട്ടതാണ്. ഞാൻ വെയിലത്ത് കൊണ്ട് നട്ടു കൊടുത്തു. അത് കുരുടിച്ചു പോയി. ഡേ എൻ്റെ ചീരന്ന് പോടാ, വലുതായില്ലേ? എൻ്റെ പയറെല്ലാം കുരുട്ടിച്ചു പോയി കേട്ടോ. ഇത് പുഴുവായിരുന്നു. അപ്പോൾ ഇതാണ് അടുക്കള വശത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ആ സൈഡ് കിണർ. കൊണ്ട് ഞാനാണ് പിന്നെ വന്നിട്ട് വലയൊക്കെ അങ്ങനെ കെട്ടി വെച്ചത്. അവിടെ ഒരു കിണർ കണക്ക് ഇരിപ്പുണ്ട്. മണ്ണിടിച്ചെല്ലാം കൂടെ ആളോടിയുടെ മണ്ടയിലോട്ട് ഇട്ടിരിക്കുകയാണ്. അന്തരണോ എന്തോ, എന്തരാവോ എന്തോ. അപ്പോൾ ഇനി ഇന്നലെ ഇവിടെ കുറച്ച് ഭാഗം ഞാൻ രണ്ടാമത് കാട് പൊടിച്ച് വന്നത് എടുത്തിട്ട് മുളക് നട്ട് ആ വെയിലത്ത്. അയ്യോ, ആ മുളകെല്ലാം വാടിപ്പോയി. ഇനി അങ്ങോട്ട് ഒരു സ്ഥലത്ത് വളർന്നു വന്ന സാധനത്തിന് വേര് പറിച്ച് വേറൊരു സ്ഥലത്ത് വെക്കുമ്പോൾ അങ്ങനെയല്ല, 2 ദിവസം എടുക്കുക നേരെ. മരത്തിൻ്റെ തണലില്ല ഇവിടെ, അതാണ് കുഴപ്പം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെയാണ് തുണി കഴുകുന്നത്. അയ്യോ, തുണി കഴുകാൻ കല്ലൊന്നും ഇല്ല. വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഷിംഗ് മെഷീനൊക്കെ വീടായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും 10-28 വർഷം കൊണ്ട് കഴിവേയില്ല. ഇപ്പോൾ നമ്മളെ വാടക വീട് കണ്ടല്ലോ. ഇതാണ് നമ്മളെ വാടക വീട്. ഞാനും എൻ്റെ 2 മക്കളുമാണ് ഇവിടെ താമസിക്കണം. മോനിപ്പോൾ ഇവിടെ ഇല്ല, ജോലി സ്ഥലത്താണ്. എന്നാലും പെരുന്നാളിന് മുമ്പ് 2-3 ദിവസം വന്ന് നിന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് വൈകിട്ട് പോയി. ഇപ്പം ഞാനും മോളും ഉണ്ട്. അവർക്ക് കോളേജ് അവധിയാണ്. ഇനിയിപ്പോൾ ഇൻറ്റേൺഷിപ്പൊക്കെ തുടങ്ങും, അപ്പോഴൊക്കെ ആൾ പോയി തുടങ്ങും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഹോം ടൂറ്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും കാണണം കയറി. ഓക്കെ, ബൈ, ടാറ്റാ.